നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് എൻ്റെ കോളേജിലെ ഫെയർവെല്ലിൻ്റെ അവിടെയാണ്. ബാക്കി അറിയാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും. എനിക്ക് പറയാൻ നല്ല താല്പര്യമുണ്ട്. കാരണം ഇന്നലത്തെ വീട്ടിൽ കഴിച്ചും കരയാനുള്ള ടൈപ്പായിക്ക്. പക്ഷെ ഇന്ന് ഞാൻ കരയാണ്ട് പറയും. അതാണ് എൻ്റെ മോട്ടിവേഷൻ. അപ്പോൾ ഫെയർവെല്ലിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓരോരുത്തർ ഗ്രൂപ്പായിട്ടുണ്ട്. അന്ന് ആ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഐ ആം ദ ഓൺലി സിംഗിൾ പീസ്. എനിക്കൊരു ഗ്രൂപ്പുണ്ടോ? ഉണ്ട്. പക്ഷെ എന്തായാലും ആ ഗ്രൂപ്പിലില്ല. അതായിരുന്നു എൻ്റെ അവസ്ഥ. ആ ഗ്രൂപ്പ് ഏതാ? ഓൾ ക്ലാസ്. അതിലിങ്ങനെ ഉണ്ട്. പക്ഷെ ആരുടെയും സ്പെഷ്യലായിട്ട് അവരുടെ തീയെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുന്നൊരു ഗ്രൂപ്പ് എനിക്കില്ല. എനിക്കത് വിചാരിച്ചത്. കാരണം ഇവരിങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പായിട്ട് ഓരോരുത്തരും ഫോട്ടോ ഇനി വേണ്ട. എടാ വാ നമുക്ക് ഫോട്ടോ എടുക്കാമല്ലോ. നോ, അങ്ങനൊരു സാധനം ഇല്ലടാ. അപ്പം ഞാൻ കരുതി ഓക്കെ. പക്ഷെ എനിക്ക് നല്ലോണം വിഷമമായി. നമ്മൾ കോളേജിന് പുറത്തുള്ള ഫോട്ടോ എടുക്കണം. അപ്പം ഞാനവിടെ ഇങ്ങനെ ഈ മധുരം ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളെല്ലാവരും അവിടെ ഇരിക്കാൻ പറ്റും മധുരമോടെ. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട്. ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കുന്നത് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്ത് നിന്ന്. കാരണം എനിക്കറിയാം എൻ്റെ ഇമോഷൻസ് വെച്ച് ഞാൻ കരയും. അത് കൺട്രോൾ ചെയ്ത് നിർത്തണമെന്ന് വെച്ചു. അപ്പം ഞാൻ കുറേ പേരോട് അങ്ങോട്ട് ചോദിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്ത് 1-2 പേരോട് ഞാൻ ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ചോദിച്ചിട്ടെടുത്തതാണ്. അല്ലാണ്ട് ആരും വാ നമുക്കൊരു ഫോട്ടോ എടുക്കാമല്ലോ. അവസാനമായില്ലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് വന്ന അവർ പോലും ഉണ്ടായിരുന്നില്ല. അവരെ മെമ്മറിയിൽ ഇതൊന്നും ഉണ്ടാവണമെന്നേ ഇല്ല. പക്ഷെ എന്താ പറയുക, നല്ല ടച്ച് ചെയ്തൊരു കാര്യമായിരുന്നു. 3 വർഷം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മളതായ ലോകത്താക്കുമ്പം പെട്ടെന്ന് ഓരോരുത്തർ കടന്നു വരും. ആ കടന്നു വരുന്നവരായിട്ട് നമുക്ക് എന്തെങ്കിലും ആദ്യം അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പകുതിയെ ഒരാളെ ഒഴിവാക്കും. അതായിരുന്നു അവിടെയൊക്കെ നടന്നിരുന്നത്. എനിക്ക് എൻ്റെ ക്ലാസ്സിൻ്റെ പുറത്ത് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ വേറെ കോമഡി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഐ ഗോട്ട് കുറച്ച് ചേട്ടന്മാർ എൻ്റെ 2 ചേച്ചിമാർ ഇൻ ദാറ്റ് കോളേജ്. അങ്ങനെ പറയും. വേറെന്താ ഒരു യോധത്തിൽ ഏട്ടൻ്റെ വേറെന്താന്ന് ചോദിച്ചാൽ ബട്ട് അവരുടെ ക്വസ്റ്റ്യൻ കാരണം എനിക്ക് ലൈഫിലൊരു ഗുഡ് വൺ എന്നാലും പറയാം. ഞാനൊരു സിംഗിൾ ചൈൽഡാണ്. എനിക്കൊരു ബ്രദറിനെ കിട്ടി എന്നു പറയണം. അവനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ പറയാം.